ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മസി മണ്ഡലി അസോസിയേഷൻ എന്ന മുന്നണി സുവിശേഷീകരണ സഭാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാസ്റ്റർ സജ്ജി മാത്യു ഇന്ന് നമ്മളോടുകൂടെയുണ്ട്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം ആരംഭിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് മണക്കാല തിയോളജിക്കൽ സെമിനാരിയിൽ ദൈവവചനം പഠിച്ചവരാണ്. അങ്ങനെ ഉള്ള ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ പോയി സന്ദർശിക്കുകയും അതുമായി സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ വ്യക്തമായിട്ട് ആ പ്രവർത്തനങ്ങളെ നേരിട്ട് അറിയാം. എന്നാൽ ആദ്യമായിട്ടാണ് ഹാലലിയ ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പാസ്റ്റർ സജ്ജി മാത്യുവിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് അറിയാമായിരിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാസ്റ്റർ സജ്ജി മാത്യുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ആരംഭിക്കുവാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അത് ഔചിത്യമല്ലാത്ത ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ ആരംഭിക്കുന്നത്. പക്ഷേ ജാനറ്റ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷം ഈ സമീപ ദിവസങ്ങളിലായിരുന്നു. സത്യത്തിൽ ഒരു ഇന്റർവ്യൂവിൽ അത് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നത് ശരിയല്ലെങ്കിലും ജാനറ്റ് ഇല്ലാത്ത 4 വർഷങ്ങൾ, അല്ലെ ജാനറ്റ് യാത്രയായിട്ടുള്ള 4 വർഷം, ഞാനത് അങ്ങനെ ചോദിക്കുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം, ഈ മിനിസ്ട്രി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ 2 പേരുടെയും ഒരു ജോയിന്റ് എഫേർട്ട്. ജാനറ്റ് ഇല്ലെങ്കിൽ സജ്ജി മാത്യു ഇല്ല, ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഈ നിലയിൽ അത് ഫ്ലറിഷ് ചെയ്യത്തില്ല. അപ്പം ജാനറ്റിന്റെ അഭാവത്തിലുള്ള കഴിഞ്ഞ 4 വർഷം ജാനറ്റിന്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. സമുദ്ര പാസ്റ്ററെ, 2021 ഏപ്രിൽ 27-നാണ് അവള് നിത്യതയിലേക്ക് പോകുന്നത്. 4 വർഷം, ഈ കഴിഞ്ഞ ഏപ്രിൽ 27 40 വർഷം കഴിഞ്ഞു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നും എല്ലാ ദിവസങ്ങളും നിറകണ്ണുകളോടുകൂടിയാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്. അതുവരെ ആർക്കും അറിയില്ല, അതിൻ്റെ ഒരു സ്വകാര്യ കാര്യമാണ്. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യത്തിലും എടുത്തയാടുന്ന മനുഷ്യനാണ്. ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് കർത്തൃവേലയോട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയങ്ങൾ ഇടപെടില്ല. അപ്പോൾ അവൾ എനിക്ക് പൂർണ്ണ പിന്തുണ തരുവരും. ഒരുപക്ഷെ ചില മേഖലകളിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരാജയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന പോലെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ സ്റ്റെപ്പ് വെച്ചാൽ പിന്നെ ഡിസ്കറേജ് ചെയ്യാതെ കൂടെ നിൽക്കുക. അത് വിജയമാണെങ്കിലും പരാജയമാണ്. ഇനി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ആക്ഷേപിക്കത്തില്ല, എന്നെ ബ്ലെയിം ചെയ്തില്ല. പിന്നെ അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ജനങ്ങൾ നോക്കുമ്പം ഞാൻ മുമ്പിൽ നിൽക്കുന്നു, പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ വളരെ ക്ഷീണിച്ചു പോകുന്നൊരു മനുഷ്യനാണ്. അന്നും ഇന്നും ജാനറ്റ് അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഉരുക്ക് കട്ട പോലെ നേരെ കയറി നിന്ന് ആ പ്രതിസന്ധിയെ വളരെ പരിജ്ഞാനത്തോടെ, തന്മയത്വത്തോടെ, സമാധാനത്തോടെ നേരിടുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൂടാതെ ഞാൻ ജനങ്ങളെ നേടുന്നവനായിരുന്നു, പക്ഷെ അവൾ ഞാൻ നേടുന്ന ജനങ്ങളെ നിർത്തുന്നവളായിരുന്നു. അവരെ സംരക്ഷിച്ച്, അവരെ പരിപാലിച്ച്, അവരുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി. അപ്പം ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു സ്ത്രീയായിരുന്നു എൻ്റെ ഭാര്യ ജാനറ്റ്. അപ്പം ഈ 4 വർഷവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും 4 വർഷം കഴിഞ്ഞിട്ടും ജാനറ്റിൻ്റെ വേർപാടിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു മനുഷ്യനാണ് ആ വിഷയത്തിൽ. പക്ഷേ മരണത്തിന് 11 ദിവസം മുമ്പ് ഞാനും എൻ്റെ മകൻ ജസ്സനും ജാനറ്റ് ഒരുമിച്ചാണ് നവി മുംബൈയിലെ DY പാട്ടീൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഇപ്പം ICUയിലേക്ക് പോകുന്ന ദിവസം എന്നോട് ജാനറ്റ് പറഞ്ഞ അവസാനത്തെ മുഖാമുഖ വാക്ക് വളരെ ഹൃദയസ്പർശകമാണ്. അപ്പോൾ അവള് ഓക്സിജൻ ലെവൽ ഡ്രോപ്പ് ഔട്ട് ആകുന്നു. ICU അല്ലാതെ വേറൊരു മാർഗമില്ല, ഹോസ്പിറ്റൽ റൂമിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പൊ എന്നോട് പറയാണ്, ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു സ്പൂണിൽ വെള്ളം ഇങ്ങനെ കോരി കൊടുക്കുമ്പോൾ എന്നോട് പറയാണ്, അച്ഛാ ഒറ്റയ്ക്ക് പൊരുതണം, ഒറ്റയ്ക്ക് പൊരുതണം. എന്നിട്ട് ഹിന്ദിയിൽ പറഞ്ഞു മല്ലയുദ്ധ് കർണ, ഒറ്റയ്ക്ക് പൊരുതണം. അച്ഛൻ ഒരു പരാക്രമശാലിയാണ്, കർത്താവ് കൂടെ കാണും. ഇതാണ് അവസാനം എന്നോട് പറയുന്ന വാക്കുകൾ. പിന്നെ ഐസിയിലേക്ക് പോയി. ഐസി പോയ ശേഷം വീഡിയോയിൽ കൂടെ ഒക്കെ ഫോണിൽ കൂടെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെങ്തൻ ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നല്ലാതെ നേരിട്ട് എന്നോട് സംസാരിച്ച അവസാനത്തെ വാക്കുകൾ അതാണ്. അങ്ങനെ അവിടെ മരിച്ചു. ജാനറ്റ് നിത്യതയിലാണെന്നും ബെറ്റർ പ്ലേസിലാണെന്നും ഒക്കെ എനിക്കറിയാം. അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും എനിക്ക്. പക്ഷേ എനിക്ക് ഇതുവരെ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റും, ആഴത്തിൽ. അപ്പൊ ഇങ്ങനെ ഭാര്യമാരും മരിച്ചു പോയ പല എൻ്റെ സ്നേഹിതർ, പാസ്റ്റേഴ്സ്, ലീഡേഴ്സ് പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് എന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വേറൊരു ലെവലിൽ ഇതിനെ കാണുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു പക്ഷെ എൻ്റെ ഭാഗത്ത് വീക്ക് സൈഡ് ആയിരിക്കാം, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് ഇതുവരെ അതിനോട് ഒരു താതാത്മ്യം പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ അവൾ അവസാനം പറഞ്ഞ വാക്ക്, അതുമായി ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോവുക. അപ്പം ഒറ്റച്ചിറക് കൊണ്ട് ഓടുക, പറക്കുക, ഒറ്റക്കാലുകൊണ്ട് ഓടുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആയാസം, സ്ട്രഗിള് അറിയാം. പക്ഷെ ഞാൻ അതിൽ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവ് ഓരോ ദിവസവും കൃപ തരുന്നു, ബലം തരുന്നു. ദൈവനാമത്തോട് പറയാൻ പറ്റുകയാണെങ്കിൽ അവൾ മരിച്ചതിന് ശേഷം നമ്മുടെ സഭാപ്രവർത്തനങ്ങളിൽ ഒരു ഇരട്ടിയിൽ കൂടുതൽ സഭകളുടെ എണ്ണമാണെങ്കിലും സഭാസ്ഥാപനമാണെങ്കിലും വർദ്ധിച്ചു. കഴിവതും ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ഞാനിങ്ങനെ ഫീൽഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക. ഇതാണ്. ഓക്കെ. ആയിരക്കണക്കിന് കുടുംബങ്ങൾ, പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കോവിഡ് കാലത്ത് മരണത്തിൻ്റെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. വേർപാടുകളുടെ അതിയായ ദുഃഖം ആ ഭവനങ്ങളെയെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രേക്ഷകരിൽ തന്നെ പലരും ആ വേദന അനുഭവിക്കുന്നവരായിരിക്കും. കോവിഡ് കാലത്താണ് ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ ജാനറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും അതിനെ ഉൾക്കൊണ്ടത്. സജി പാസ്റ്റർ പിന്നീട് എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും, സ്നേഹിതർക്കെല്ലാം സംശയമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 വർഷം ഞങ്ങൾ അദ്ദേഹത്തെ വീക്ഷിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ എത്രത്തോളം ശക്തനായിരുന്നോ അതിൻ്റെ 100 മടങ്ങ് ശക്തിയോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണ സമയം അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ്. 2 പേരും സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. മക്കളെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെയാണ് കർത്താവ് തന്നത്. മൂത്ത മകൾ ജാസ്മിൻ, രണ്ടാമത്തെ മകൻ ജസൻ. അവർ 2 പേരും ജനിച്ച് വളർന്നുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ എനിക്കും ജാനറ്റിനും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കർത്താവിൻ്റെ വേല ചെയ്യും. പക്ഷെ ഞങ്ങളുടെ തീരുമാനം അവരെ ഞങ്ങൾ നിർബന്ധിക്കുന്നു, അവർക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ ഈ ആഗ്രഹങ്ങൾ അവർ പറയുമായിരുന്നു. അങ്ങനെ അവർ വളർന്നു വന്നു. അപ്പം പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ മറച്ച ഞങ്ങളുടെ ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും കുഞ്ഞുങ്ങളോട് പങ്കുവയ്ക്കുക. ഇപ്പൊ വീട്ടിലെ എല്ലാം കുഞ്ഞുങ്ങളും അറിയണം. അത് നമുക്ക് നമ്മുടെ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും നിന്ദയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും. അപ്പം അങ്ങനെ കൊച്ചു പ്രായം മുതൽ അവരെ ആ ലെവലിൽ വളർത്തിക്കൊണ്ടു. അവരറിയാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല, ഒന്നുമില്ല. അപ്പം അവർ വളർന്നു വന്നു. മോൾ ജാസ്മിൻ ആണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അവള് വളർന്നു വന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു തികച്ചും വ്യത്യസ്തയായ ഒരു മിടുക്കിയായ കുഞ്ഞായിരുന്നു. കർത്താവിൻ്റെ ഒത്തിരി കൃപ അവളുടെ മേലുണ്ടായിരുന്നു. അപ്പോൾ അവളെ കണ്ട പല ആൾക്കാർ മോള് IAS കോച്ചിങ്ങിന് പോകണം, അങ്ങനെ പല നിലകളിൽ. ഞാനിപ്പോൾ ഓർക്കുന്നു, അവള് ഓൾ ഇന്ത്യ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രസംഗ മത്സരം, ഇന്ത്യയിലുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ പ്രസംഗ മത്സരം നാസിക്കിൽ വെച്ച് നടന്നു. അപ്പൊ ജാസ്മിനായിരുന്നു 2ാമത്തെ സ്ഥാനം. അപ്പോൾ അവളെയും കൊണ്ട് പോയ കോളേജിലെ അധ്യാപകർ എന്നോട് പറഞ്ഞത് അവൾ ഒരു പക്ഷേ 1ാമത് എത്തേണ്ടതാണ്, പക്ഷെ ഇവൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടായിരിക്കാം 2ാമതാക്കപ്പെട്ടത് എന്നൊരു
അവരുടെ ഒരു സന്ദേഹം അവർ പങ്കുവച്ചു. എനിവേ, അപ്പോൾ ആ സമയത്ത് സെക്കുലർ പത്രങ്ങളിലെല്ലാം അത് വളരെ വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പം അങ്ങനെ മിടുക്കിയായ ആ കുഞ്ഞ് 2017 ഒക്ടോബറിൽ ഞാനും ജാനറ്റും ഞങ്ങളുടെ മോള് ജാസ്മിനും കൂടി നോർത്ത് ഈസ്റ്റിലുള്ള നമ്മുടെ സഭകളൊക്കെ സന്ദർശിച്ചു. അവളുടെ ചെറുപ്പക്കാരുടെ കൊച്ചു കൊച്ചു ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 50, 60, 70 പേരടങ്ങുന്ന കൊച്ചു കൊച്ചു ക്യാമ്പ്. അങ്ങനെ മേഘാലയ, ആസാം, മണിപ്പൂർ, ത്രിപുര ഇവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് അവസാനം വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലുള്ള നമ്മുടെ ഒരു സെൻട്രൽ വന്നു. അവിടെ 2 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ ഗുജറാത്തിലെ സൂററ്റിലേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിരിക്കുന്നു. മോൾ ജാസ്മിൻ ഞങ്ങളോട് പറയാണ്, പപ്പ അമ്മ, എനിക്ക് ഈ ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒന്നും വേണ്ട. ഇതുവരെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്തിട്ട് പപ്പാടെ മമ്മിയുടെ കഷ്ടപ്പാടുകൾ മാറ്റണം, ആ കൂടുതൽ കർത്താവിൻ്റെ വേലയും ചെയ്യണം. പിന്നെ ഒരു ഗവൺമെൻറ് ഓഫീസറൊക്കെ ആയാൽ നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾ പോകുന്ന പാസ്റ്റേഴ്സിനെ സഹായിക്കാം. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ അതെല്ലാം ഞാൻ വിടുകയാണ്. ഇത്രയും ചെറുപ്പക്കാരുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ പ്രാർത്ഥിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് അന്ന് സെൽവാസല താമസിക്കുന്നത്. സെൽവാസ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു 21 days ഫാസ്റ്റിംഗ് ഞങ്ങൾ ഇരിക്കുക കുടുംബമായിട്ട്. ആ ഫാസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്കാണ് അവർക്കൊരു വിവാഹാലോചന വരുന്നത്. വിവാഹം കഴിച്ച മോൻ ജോൺ തോമസ് പുളിവേലി ചച്ചപ്പൂട് ഒരു സീനിയർ പാസ്റ്ററായ കോന്നി സ്വദേശിയായ തോമസ് എം പുളിവേലി പാസ്റ്ററുടെ മൂത്ത മകൻ ജോൺ തോമസ് ആണ് എൻ്റെ മകളെ വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ ആലോചന വരുമ്പോൾ ഈ ആലോചന കൊണ്ടുവന്ന പാസ്റ്റർ, എൻ്റെ ഒരു സ്നേഹിതൻ, പറഞ്ഞിങ്ങനെയാണ്, പെട്രോളിയത്തിൽ M.Tech കഴിഞ്ഞ കുട്ടിയാണ്, റിലയൻസിൻ്റെ ജാംനഗർ റിഫൈനറി നല്ലൊരു ജോലി ചെയ്യുന്നു, ഒത്തിരി ഭാവിയുണ്ട് അവിടെ. പക്ഷെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുകയാണ്, ജോലി റിസൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് ആലോചന വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ അവർ വെസ്റ്റ് ബംഗാളിൽ, അതായത് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ വെച്ചാണ് മോൾ ഈ വിഷയം ഞങ്ങളോട് പറയുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് കൊണ്ട് വേർതിരിക്കപ്പെടും. അതിന് തൊട്ടടുത്ത് അവരൊരു വീട് വാടകയ്ക്കെടുത്ത് ജാസ്മിനും അവളുടെ ഹസ്ബൻഡ് ജോണും ഇവർക്ക് 3 കൊച്ചു കുഞ്ഞുങ്ങളെ കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവർ പൈനിയർ ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ, നേപ്പാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ സഞ്ചരിച്ച് കൊച്ചു കൊച്ചു സഭകൾ സ്ഥാപിക്കുന്നു. ഒത്തിരി സന്തോഷം. വളരെ ശക്തരായിട്ട് അവരെ കർത്താവ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ മകൻ ജസനും വളരെ മിടുക്കനായി പഠിച്ച് വളർന്നു വന്നു. അവന് ബോംബെയിലെ വിൽസൺ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഠനത്തിൻ്റെ അവസാനം എന്നോട് പറഞ്ഞു, ഇപ്പം ഇനിയൊരു ഫർദർ സെക്കുലർ സ്റ്റഡിക്ക് ഞാൻ പോകുന്നില്ല, എനിക്കും ഫുൾ ടൈം മിനിസ്റ്റർ ചെയ്താൽ മതി, അത് ഇന്ത്യയിൽ തന്നെ ചെയ്താൽ മതി. പക്ഷെ എന്നോട് പറഞ്ഞത് കേരളത്തിൽ ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ ആഗ്രഹമില്ല, എന്നാൽ ബൈബിൾ കോളേജിൽ പഠിക്കുകയും വേണം. അങ്ങനെയാണ് ബാംഗ്ലൂരിലെ സയാക്സിൽ അഡ്മിഷൻ കിട്ടുന്നു. അവിടെ പഠിക്കുന്നു. പഠിച്ച് തിരിച്ചു വരുമ്പോൾ കോവിഡ് ആരംഭിച്ചു, ഹിറ്റ് ചെയ്തു. ആ സമയത്താണ് ജസൻ തിരിച്ചു വന്നത്. അപ്പം ആ കോവിഡ് കാലഘട്ടം തുടങ്ങുന്നു. ജാനറ്റിൻ്റെ മരണം. മോൻ ജസൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും പെറ്റായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ഈ ആഘാതം ഭയങ്കരമായി തകർത്തത് ജസനെയായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ കൃപ, എനിക്ക് ആ സമയങ്ങളിലൊക്കെ വളരെ ഭാരമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് കൃപ കൊടുത്തു, അവനെ ബലപ്പെടുത്തി നിർത്തി. കോവിഡ് കഴിഞ്ഞു. കോവിഡ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഡോക്ടർ DJ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഗുജറാത്തിലെ മുൻ ചീഫ് സെക്രട്ടറി, അപ്പോൾ തന്നെ നമ്മുടെ PM മോദി സാറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. പല രംഗങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം IAS ഓഫീസറാണ്, പെന്തക്കോസ്റ്റ് ബിലീവറാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണ്. അദ്ദേഹം മറ്റു ചില ഓഫീസേഴ്സ് കൂടി ആരംഭിച്ച ഗ്രീൻ സിറ്റി ബൈബിൾ ചർച്ച് എന്ന് പറഞ്ഞ ചർച്ച് ഗാന്ധിനഗർ, ഗുജറാത്ത് ക്യാപിറ്റൽ. അപ്പോൾ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയക്കുന്നു ഒരു ദിവസം, പക്ഷെ സജി, ഞങ്ങളുടെ ചർച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ പോവുകയാണ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ഉടൻ തന്നെ, കാരണം അദ്ദേഹം പവറിലിരിക്കുമ്പോൾ അതിന് ശേഷവും അതായത് ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി സഹായിച്ചിട്ടുള്ള മനുഷ്യൻ.
ഞാൻ അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ഭാരങ്ങളും വിഷമങ്ങളൊക്കെ പങ്കുവച്ചു. ആ ഒരു സൺഡേ ഞാൻ അവിടെ ശുശ്രൂഷിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പാസ്റ്റർ വേണം, ഒരു നല്ല ചർച്ചാണ്, ഞങ്ങൾക്കൊരു പാസ്റ്റർ വേണം. അത് ഇപ്പോൾ ആ സമയത്ത് എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ കുറച്ചുകൂടെ അവിടെ ഒരു ഇൻവോൾവ്മെൻ്റ് എടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞു, സാറേ, എൻ്റെ ഒരു മകനുണ്ട്, അവൻ സയാക്സ് പഠിച്ചിട്ട് വന്നതാണ്, അവൻ ഇപ്പം ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ഞാൻ വേണമെങ്കിൽ മകനെ അയക്കാം, പക്ഷെ 6 മാസത്തിനുള്ളിൽ പറ്റത്തില്ല. എന്നാൽ ഓൾറെഡി ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫില്ല, പിന്നെ അവനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. അന്നേരം വിടാൻ പറഞ്ഞു. എൻ്റെ ഫോളോയിങ് സാറ്റർഡേയിൽ മോൻ പോയി. സാറ്റർഡേ സൺഡേ അവിടെ നിന്നു. സൺഡേയിൽ ഇവൻ അവിടെ ചർച്ച ശുശ്രൂഷിക്കുമ്പോൾ ഇവൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാണ്ഡ്യൻ സാർ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, പക്ഷേ സജി, പ്ലീസ് അലോ ഹിം ടു ബി ഹിയർ, കണ്ടിന്യൂ ഹിയർ, വി വിൽ സപ്പോർട്ട് ഹിം, അതുകൊണ്ട് തീർച്ചയായിട്ടും അയക്കണം എന്ന് പറഞ്ഞു. സാറേ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നടക്കട്ടെ, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ 6 മാസത്തെ കമ്മിറ്റ്മെൻറ്റുമായിട്ട് ജസൻ പോവുകയാണ്. ഇപ്പം പറഞ്ഞത് വെള്ളി ശനി ഞായർ അവിടെ ചെയ്തു. അപ്പം ഇവൻ അതിനു മുമ്പ് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസുകളൊന്നുമില്ല. ഞങ്ങളുടെ കുഞ്ഞായി ജനിച്ചു വളർന്നു, കണ്ടു കേട്ടു വന്നു എന്നല്ലാതെ. പക്ഷെ അവിടെ പോയി ഒരു ദീർഘവർഷങ്ങൾ ഒരു വലിയ സഭയുടെ പാസ്റ്ററായിരുന്ന ഒരാൾ കാണിക്കുന്ന ആ വൈഭവം, ആ കഴിവ്, ആ സമർപ്പണം, ഹാർഡ് വർക്ക് ഒക്കെ ഈ കാലഘട്ടത്തിൽ ജസൻ അവിടെ ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാണല്ലോ. കാരണം അവിടെ കൂടുതലുള്ള കയറി പങ്കും ഓഫീസേഴ്സാണ്, ബിസിനസ്സുകാരാണ്. അപ്പോൾ 6 മാസത്തേക്ക് പോയെങ്കിലും 1.5 വർഷം അവിടെ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പം അവിടെ എല്ലാവിധ സൗകര്യങ്ങളും അവർ കൊടുത്തു. എൻ്റെ ഭാഷ പറഞ്ഞാൽ റോയൽ ഫെസിലിറ്റീസ് കൊടുത്തു. നല്ല സപ്പോർട്ട്, ഡ്രൈവറ്, വണ്ടി, വലിയൊരു ബംഗ്ലാവ്, അത് തന്നെ VIP സൊസൈറ്റിയിൽ. അപ്പം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് ജസം പറഞ്ഞു, അപ്പോൾ നമുക്ക് ബോംബെയിലേക്ക് മൂവ് ചെയ്യാം. ബോംബെയെ പറ്റി എനിക്കൊരു ബേഡനുണ്ട്, ഒരു ഇംഗ്ലീഷ് ചർച്ച ആരംഭിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പോയേക്കാം. അങ്ങനെ ഈ ഗാന്ധിനഗറിലെ ചർച്ചിൽ പറഞ്ഞു. സാധാരണ നിലയിൽ ആരും വിടത്തില്ല ചർച്ച. ഓൾറെഡി അവൻ്റെ കയ്യിലായി. അവനെ സ്നേഹിക്കുന്ന ജനം, ഇവനും അവരെ സ്നേഹിക്കുന്നു. നല്ലൊരു ടേംസിലെത്തി ഇവരായിട്ട്. അപ്പം ആ ചർച്ചിലാണെങ്കിൽ പവറുണ്ട്, നമ്മളെ സഹായിക്കാൻ ഓഫീസേഴ്സുണ്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അക്രോസ് ഇന്ത്യയിലുള്ള സഭയെ ഇവന് സഹായിക്കാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടിയ ഒരു ചർച്ചയായിരുന്നു. പക്ഷെ അപ്പോഴും കർത്താവ് പറഞ്ഞ ഒരു ദർശനത്തിനനുസരിച്ചിട്ട് ബോംബെയിലേക്ക് മൂവ് ചെയ്തു. ഞാനും കൂടെ പോയി. ഇതിനിടയ്ക്ക് അവൻ്റെ വിവാഹം നടക്കുകയാണ്, അതോടെ പറയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഗാന്ധിനഗർ ചർച്ചിലെ പാസ്റ്ററായിട്ട് പോകുമ്പോൾ അവൻ്റെ വിവാഹം നടക്കുന്നു. വിവാഹം കഴിച്ച കുട്ടി ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന, അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ റാന്നിയിൽ നിന്ന് കർണാടകയിലെ മുണ്ടുകോടിലേക്ക് കുടിയേറിയവരാണ്. പാറയിൽ ഫാമിലി പെട്ടത്. മോടെ ഫാദറിൻ്റെ പേര് സജി പാറയിൽ. പുള്ളിയൊരു ബിൽഡറാണ്, കോൺട്രാക്ടറാണ്. അമ്മ ആനി. അപ്പോൾ ഈ മോള്, അവർ 2 പെമ്മക്കളേ ഉള്ളൂ. ഇവളെ ഇളയതാണ് ഷാരൻ. മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി UK കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ പോയി, ഇന്ത്യയിലെ ഡിസൈനിങ്. അങ്ങനെ അതെല്ലാം പഠനം കഴിഞ്ഞ് അവിടെ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുമാണ് കർത്താവ് പറയുന്നത്, തിരിച്ച് ഇന്ത്യയിൽ പോകണം. അത് മാതാപിതാക്കളോടും ദൈവം ഇടപെടുന്നു. അങ്ങനെ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച, ജോലിയിൽ കയറാതെ നേരെ ഇന്ത്യയിൽ വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വിവാഹം നടക്കുന്നു. വളരെ സമർപ്പണമുള്ള ഒരു കുട്ടി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട്, കർത്താവെ, ജാനറ്റ് പോയി, ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും താങ്ങാൻ പറ്റാത്ത വേദനയാണത്. ഇനി അഡീഷൻ എൻ്റെ മോൻ കല്യാണം കഴിച്ചു പോയത് കുട്ടി ഏതെങ്കിലും നിലയിൽ നല്ലതല്ലെങ്കിൽ ഞാൻ പിന്നെയും തകരും. അതിന് വേറൊരു തകർച്ചയോ ദുഃഖമോ താങ്ങാൻ പറ്റില്ല കർത്താവ് എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുട്ടിയെ കർത്താവ് തന്നു. അവർ കുടുംബമായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നു. എനിക്ക് ഒത്തിരി അപ്പൻ എന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ കഷ്ടപ്പാടും വേദനയും കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ ഒരു മിഷണറി എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായ അഭിമാനമുണ്ട് കുഞ്ഞുങ്ങളെ ചെയ്യുന്നല്ലോ. ഓക്കെ, ഇനി മിനിസ്ട്രിയിലേക്ക് വന്നാൽ, ഈ കോവിഡ് കാലത്ത് ഉത്തരേന്ത്യൻ മിനിസ്ട്രികൾ പലതും നിന്നുപോയി. വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പലരും
അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നു. പല മിനിസ്ട്രികളും അവരുടെ പ്രവർത്തനങ്ങൾ വെട്ടിച്ചുരുക്കി. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഉത്തരേന്ത്യൻ മിഷൻ മുന്നോട്ട് പോയത്. അതിനെ അതിജീവിക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം മണ്ഡലി അസോസിയേഷൻ. എങ്ങനെ അത് അതിജീവിക്കാൻ പറ്റി? എന്തായിരുന്നു അതിൻ്റെ സ്ട്രാറ്റജി? എങ്ങനെ മുന്നോട്ട് പോയി? ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് കൊണ്ട് നിർത്തിയ പ്രസ്ഥാനങ്ങൾ ഏറിയ പങ്കും വിദേശ പണം കൊണ്ട് നടന്ന പ്രസ്ഥാനങ്ങളാണ്, വിദേശ ഫണ്ട് ഉപയോഗിച്ച്. ഈ കോവിഡ് അങ്ങോട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തന്നെ വിദേശത്തുനിന്ന് ഫണ്ട് അയക്കുന്ന ഏജൻസികളെല്ലാം അവരുടെ ഫണ്ട് അയക്കുന്നത് നിർത്തി. ഇവർക്ക് ഇൻകം ഇല്ലാതായി. വേറെ മാർഗമില്ല. ഇത്ര നാളും വിദേശത്തുനിന്ന് കണ്ടിന്യൂസ് പണം വരുന്നു, അത് ചിലവഴിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പം അത് നിന്നപ്പോഴത്തേന് ഓൾ ഓഫ് എ സഡൻ എവിടുന്ന് ഫണ്ട് കണ്ടു? അതാണ് ഒരു പ്രധാന കാരണം. നമുക്ക് മസീഹ് മണ്ഡലിക്ക് വിജയിക്കാൻ പറ്റുന്നത് വിദേശ ഫണ്ടുകളല്ല. ആദ്യം മുതൽ ഇന്ന് വരെയും ഈ പ്രവർത്തനത്തിൻ്റെ മുഖ്യ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് മലയാളികളായ മലയാളി പെന്തക്കോസ്തുകാരായ സാധാരണക്കാരാണ്. വലിയ ബിസിനസ്സുകാരോ വലിയ കോടീശ്വരന്മാരോ അല്ല. ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള, അമേരിക്കയിലൊക്കെ ഉള്ള നമ്മുടെ ആൾക്കാരാണ് പൈസ അയച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ കോവിഡ് സമയത്തും അവർ നിർത്തിയില്ല, അവർ ആ സഹായങ്ങൾ ചെയ്തുകൊണ്ട്. രണ്ടാമത്, ഫ്രം ദ വെരി ബിഗിനിങ് ഞാനൊരു ഇൻഡിജിനസ് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയും അവരെ കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ സഭാജനങ്ങൾ പാവപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ പാസ്റ്റേഴ്സിന് കൊടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ പല മാസങ്ങൾ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് സപ്പോർട്ടില്ലായിരുന്നു, പക്ഷെ അവരാരും പട്ടിണി കിടന്നില്ല. ഞാനിപ്പോഴും രസകരമായ ഒരു കാര്യമുണ്ട്. കോവിഡ് കഴിഞ്ഞാൽ ഓപ്പൺ ആയപ്പോൾ ഞങ്ങളുടെ പാസ്റ്റേഴ്സിൻ്റെയും ഭാര്യമാരുടെയും പിള്ളേരുടെയും ഒക്കെ വണ്ണം കൂടി, തടി കൂടി, വെയിറ്റ് കൂടി. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാ? സാധാരണ എല്ലാവരും ക്ഷീണിക്കുകയായിരുന്നു, ആഹാരമില്ല, പള്ളിയില്ല, സ്വോത്രകാഴ്ചയില്ല. അപ്പം ഞങ്ങളുടെ ശുശ്രൂഷന്മാർ പറഞ്ഞത്, പാസ്റ്റേ ഏറ്റവും നല്ല ഫുഡ് കഴിച്ച കാലഘട്ടം കോവിഡ് കാലഘട്ടമായിരുന്നു. അപ്പം ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ ദൈവം നമ്മുടെ ആൾക്കാരെ നടത്തി. അപ്പം ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടും പിന്നെ കർത്താവിൻ്റെ ഒരു ഫേവർ എന്നാണ് എനിക്ക് ആത്യന്തികമായിട്ട് പറയാൻ പറ്റുന്നത്. കർത്താവിൻ്റെ ഫേവർ, നമ്മുടെ ആൾക്കാർ ഒരുമിച്ച് നിൽക്കും. അതിനകത്ത് പ്രധാന റോള് സാങ്കുട്ടി പാസ്റ്ററും കുടുംബത്തിനും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം കൂടെ നിന്നു. ഇതൊരു ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു. അങ്ങനെ നമുക്ക് വർക്കുകൾ പല ഇരട്ടിയായിട്ട് വർദ്ധിച്ചു, നീഡ് വർദ്ധിച്ചു. ഒരു സൈഡിൽ കടങ്ങളും ഞെരുക്കങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജനങ്ങളും അവരെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യും. പാസ്റ്റേഴ്സ് നോർത്ത് ഇന്ത്യക്കാരെല്ലാവരും, മലയാളികൾ ഒന്നോ രണ്ടോ ഫാമിലീസ് നമ്മുടെ കൂടെ ഉള്ളൂ. അത് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഫീൽഡ് മുഴുവൻ നോർത്ത് ഇന്ത്യക്കാരാണ്. അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനിടയായി. ഓക്കെ. മസീഹ് മണ്ഡലി അസോസിയേഷൻ വളർച്ചയുടെ പാതയിലാണ്. 1200-ഓളം സഭകളുണ്ട്, വിശാലമായ പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശീയരായിട്ടുള്ള ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നു. മറ്റ് പല മിഷൻ ഓർഗനൈസേഷനുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളുണ്ട്, എനിക്കറിയാം. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് മസീഹ് മണ്ഡലി അസോസിയേഷൻ മറ്റ് മിഷൻ ഓർഗനൈസേഷനുകളെക്കാട്ടിലും സഭാ പ്രസ്ഥാനങ്ങളെക്കാട്ടിലും വ്യത്യസ്തമായിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം? ആ സ്ട്രാറ്റജി എന്താണ്? പല വ്യത്യസ്തതകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞങ്ങളുടെ കൂടെയുള്ള ശുശ്രൂഷകന്മാർ ആരും ഞങ്ങളുടെ വർക്കേഴ്സ് അല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിഷയം. നമ്മുടെ പല സഭാ പ്രസ്ഥാനങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതൊക്കെ നമ്മൾ പഠിച്ചാൽ അവരെല്ലാം ഞങ്ങൾക്ക് ഇത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അതിനെ ഞാൻ നെഗറ്റീവായിട്ട് കാണുമോ, ഞാൻ അതിനെ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഇതുവരെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവരെല്ലാം ഞങ്ങളുടെ മക്കളാണ്. ഞങ്ങൾ ഈ മിനിസ്ട്രി തുടങ്ങുമ്പോൾ ഒരു ചെറിയ ബൈബിൾ സ്കൂളാണ് ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയാണ് കുക്ക്. അപ്പോൾ അവൾ ആഹാരം വെച്ചു കൊടുക്കുന്നു, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇവർ താമസിക്കുന്നു, കഴിക്കുന്നു, ഞങ്ങളുടെ മക്കളെ പോലെ വളർന്നു വന്നു. അപ്പോൾ കർത്താവ് ഈ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു, ഞങ്ങൾക്ക് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കണം,
ഞങ്ങൾക്ക് അപ്പനും അമ്മയുമായിട്ട് ജീവിക്കണം, ആയിരക്കണക്കിന് മക്കളെ ഞങ്ങൾക്ക് തരണം കർത്താവ്. അതനുസരിച്ച് ഞങ്ങൾ മെന്റലി പ്രിപ്പയർഡായി. അപ്പോൾ ഞങ്ങളോടുള്ളവരെല്ലാം മക്കളാണ്, ഞാൻ അവരുടെ അപ്പനാണ്, ജാനറ്റ് അവരുടെ അമ്മയായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഞങ്ങളുടെ ഈ മക്കളാണ്. ഈ മക്കൾ എന്ന് പറയുമ്പോൾ പേരിന് വേണ്ടി പറയല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ജാസ്മിനും ജസനും ഞാൻ ഏൽപ്പിക്കാത്ത ഉത്തരവാദിത്തങ്ങൾ പോലും ഈ ആത്മമണ്ഡലത്തിൽ കർത്താവ് തന്ന മക്കളാണ് ചെയ്യുന്നത്. ഞാൻ മോണിറ്റർ ചെയ്യും, നിരീക്ഷിക്കും. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ ഈ മക്കൾ, ഞങ്ങളുടെ കൂടെയുള്ള ഈ കർത്താവിൻ്റെ വേലക്കാർ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ ഞാൻ പരസ്യമായിട്ട് അവരെ ശാസിക്കത്തില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ ആസ് എ ഫാദർ അവരെൻ്റെ കുഞ്ഞാണ്. ഞാൻ അവർ തെറ്റുപറ്റ് കാണും, നമുക്കെല്ലാം തെറ്റുപറ്റാറുണ്ട്. ഞാൻ ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് മാറി നിന്ന് അവരെ കറക്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒത്തിരി പ്രത്യേകത. ഞങ്ങളുടെ ഇന്നത്തെ രീതി നോക്കിയാൽ ഞങ്ങളുടെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവരാണ്, ബാങ്ക് സിഗ്നറ്ററീസ് അവരാണ്, ഒഫീഷ്യൽ യാതൊരു സ്ഥാനങ്ങളും ഇന്ന് എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഇല്ല. അപ്പം ഇതൊക്കെ ഒരു വലിയ പ്രത്യേകതയാണ്. മറ്റൊന്ന് സാങ്കുട്ടി പാസ്റ്ററെ, ഞങ്ങളുടെ കൂടെയുള്ള കംപ്ലീറ്റ് ഈ സുവിശേഷ വേലക്കാര്, ഞങ്ങളവരെ മക്കളെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ സമൂല രംഗങ്ങളിൽ മാറ്റം കൊണ്ടുവരും. അപ്പം ഒരിടത്ത് ഒരു സദസ്സിൽ പോയാൽ ഒരു പക്ഷെങ്കിൽ ഉഴപ്പിയ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് ഞാനോ എൻ്റെ മക്കളോ ആയിരിക്കും. ഇവർ ഞങ്ങളെക്കാളും VIP ആണ്. ഞാൻ അങ്ങനെ അവരെ പഠിപ്പിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും ജനങ്ങൾക്കറിയാം ഇത് പാസ്റ്റർ സജിയാണെന്ന് അറിയാം. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഏറ്റവും നല്ല മാന്യമായ ഡ്രസ്സ് ഇട്ട് മിടുക്കരായിട്ട് പോകും. അപ്പൊ അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഞങ്ങളുടെ അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടിറങ്ങിയ +2 പാസ്സായ കുട്ടികളെ കേരളത്തിൽ വിട്ട് ലീഡർഷിപ്പിലേക്ക് വരുത്തേണ്ടവരെ കുറച്ചുകൂടി നന്നായിട്ട് പഠിപ്പിക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം, കേരളത്തിലെ ഉന്നതമായ ജീവിത സാഹചര്യങ്ങൾ, നല്ല സംസ്കാരം അതവർ പഠിക്കണം. ആ ഒരു ബാച്ചിനെ ഞാൻ കോട്ടയം IPSC സെമിനാറിലേക്ക് അയക്കുകയാണ്. അയച്ചു, അവർ വന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മിഷന്റെ ലീഡറാണ്, എന്നോട് പറയാണ്, പാസ്റ്റർ സജി മണ്ടത്തരവും പൊട്ടത്തരവും ഒന്നും കാണിക്കരുത്. ഈ പിള്ളേർ പോയി ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് വന്നാൽ ഇയാളുടെ കസേര തെറിപ്പിക്കും, ഇയാൾക്ക് 2 പിള്ളേരുണ്ട്, അങ്ങനെ ഭോഷനൊന്നും ആകരുത്. അപ്പൊ ഞാൻ അന്ന് ചിരിച്ചോണ്ട് അദ്ദേഹത്തോട്, എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്, സാറേ ഞാനിരിക്കുന്ന ഈ കസേര എൻ്റെ അപ്പൻ തന്നതല്ല, എൻ്റെ അപ്പൻ തന്നതാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കണം. ഇതെൻ്റെ കർത്താവ് തന്നതാണ്, ദൈവം തന്നതാണ്. അപ്പൊ ദൈവം തന്നത് ദൈവം എനിക്ക് തന്ന മക്കൾക്ക് വേണ്ടി കൈമാറും. അപ്പൊ അതൊരു വിഷയമല്ല. അപ്പൊ ഇതാണ് മറ്റുള്ളവരും ഞങ്ങളും തമ്മിലുള്ളതായ അടിസ്ഥാനപരമായ വ്യത്യാസം. ഇതിനകത്തെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്, ഇപ്പം ഒരു മിഷനിലുള്ള ഒരാൾ പറഞ്ഞതുപോലെ, ഉത്തരേന്ത്യൻ മിനിസ്ട്രി ചെയ്ത മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി ലീഡേഴ്സ് ധാരാളമുണ്ട്. അവരുടെയൊക്കെ എഫേർട്ടിനെ നമ്മൾ ആദരവോടെ കാണേണ്ടതുണ്ട്. ഒന്നുമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് പ്രസ്ഥാനങ്ങൾ വളർത്തി വളരെ ധാരാളം ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ പ്രസ്ഥാനങ്ങളിൽ പലതും തകർന്നുപോയി, പിന്നീട് അതിനൊരു തുടർച്ചയില്ലാതെ. അടിസ്ഥാനപരമായി അതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അവരൊരു സെക്കൻഡ് ലെയർ ലീഡർഷിപ്പിനെ വളർത്തിയെടുത്തില്ല എന്നുള്ളതാണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ഇങ്ങനെ വളർത്താൻ ശ്രമിച്ച പലർക്കും പറ്റിപ്പോയത്, ഈ വളർത്താൻ ശ്രമിച്ച ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഈ പ്രസ്ഥാനത്തെ പിളർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവർ സ്വന്തമായി പ്രസ്ഥാനങ്ങളായി പോകുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യം. അപ്പം അതുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, തദ്ദേശീയരായ ആളുകളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാതിരിക്കും. അപ്പം ഈ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മലയാളി നേതൃത്വം എല്ലാ കാലത്തും ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രാദേശികമായ ആളുകളുടെ കയ്യിലേക്ക് മാത്രം ഇത് പോകാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് പൊതുവിലുള്ളത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈ കാര്യങ്ങളെ കാണാനും ഇങ്ങനെ തദ്ദേശീയരായ ആളുകളെ ഡെവലപ്പ് ചെയ്ത് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ മിഷനിൽ വളരെ എഫക്റ്റീവായിട്ട് ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച്? കഴിഞ്ഞ 35 വർഷം ഗുജറാത്തിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് ഈ മസി മണ്ഡലിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതൊരു
വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനകത്തുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സോറി പക്ഷേ ഞാൻ പൂർണ്ണ തൃപ്തനാണ് അതിനകത്ത്. നമ്മൾ ആരും പൂർണ്ണരല്ലല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ മലയാളികൾക്ക് 2000 വർഷത്തെ സുവിശേഷത്തിന്റെ പാരമ്പര്യം, എന്നിട്ട് നമ്മൾ നന്നായിട്ടില്ല. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യക്കാരെന്ന് പറയുന്നതെല്ലാം ഈ ഫ്രഷ് ആയിട്ട് വന്നതല്ല, ഫസ്റ്റ് ജനറേഷൻ ക്രൈസ്റ്റ്. അപ്പൊ അങ്ങനെ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും ഫാർ ഫാർ ബെറ്റർ ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര സംതൃപ്തി. അപ്പോൾ അവരുടെ ഭാഗത്ത് വീഴ്ചകളുണ്ട്, അവരുടെ ചിന്താഗതികൾ, കാരണം അവരൊരു ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി വന്നവരാണ്, അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടവരാണ്. അപ്പൊ ഇതൊക്കെ അവരുടെ ആ ലൈഫിലുണ്ട്. അപ്പം അത് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ അവരോട് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഭയങ്കരമായി സംതൃപ്തനാണ്. അവരിൽ വലിയ മാറ്റങ്ങൾ ഞാൻ കാണുന്നു. അപ്പോൾ തന്നെ ആരും പൂർണ്ണരല്ല. 2000 വർഷത്തെ പാരമ്പര്യമുള്ള മലയാളികൾ പോലും തികഞ്ഞിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇവർ ഒത്തിരി ഒത്തിരി ഫാർ ഫാർ ബെറ്റർ ആണ്. ഈ മുമ്പേ പാസ്റ്റർ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഒത്തിരി അപ്പോസ്തലന്മാർ ഇന്ത്യയൊക്കെ ആത്മാവിന്റെ ശക്തിയിൽ പിടിച്ചു കുലുക്കുക. അതിൽ പലരും എൻ്റെ റോൾ മോഡൽസാണ്. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാൻ ആവശ്യം നൽകിയതാണ് അതിൽ പലരും. അവരൊക്കെ നിത്യത്തിലേക്ക് പോയി. 10,000-ങ്ങളെയാണ് അവർ കർത്താവിന് വേണ്ടി, ലക്ഷക്കണക്കിന് ആൾക്കാരെ കർത്താവിന് വേണ്ടി നേടി. പക്ഷെ അവര് ഒത്തിരി ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നൊക്കെ അവർ അവകാശപ്പെടുമെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൻ അവർ കൊടുത്തിട്ടില്ല. എന്നിട്ട് അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ലീഡർഷിപ്പോ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലേ അവരത് ഏറ്റെടുക്കത്തുള്ളൂ. ഒരു ഓൺ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഈ മക്കൾ, പല പ്രസ്ഥാനങ്ങളുടെയും മക്കൾ ഇവിടില്ല, ഇന്ത്യയിലില്ല, അവർ വിദേശ രാജ്യങ്ങളില്ല. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ഈ അവരുടെ അപ്പന്മാര്, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഫീൽഡിലായിരുന്നു, അവർ ഇവരുടെ അപ്പനായിരുന്നു ഞാൻ പറഞ്ഞത്. എന്നാൽ നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പോഴത്തേന് അവർ ഇവരുടെ അപ്പന്മാരല്ല, അപ്പന്റെ ഹാർട്ടില്ല. അപ്പൊ ഇതാണ് ആ പ്രസ്ഥാനങ്ങളൊക്കെ തകരാനായിട്ട് കാരണം. അപ്പം ഞാൻ വളരെ സംതൃപ്തനാണ്. ഇനി നാളെ ഒരു ഭീഷണി വന്നാൽ, ഞങ്ങൾ പഠിപ്പിച്ചിറക്കിയ ഇതിനോടകം 700-ലധികം പേരെ നമ്മുടെ ബൈബിൾ സ്കൂളിൽ നേരിട്ട് പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. എല്ലാവരും നമ്മളോടില്ല, പക്ഷെ ഞാൻ എന്നും അവരെ സ്നേഹിക്കുന്നതാണ്. അവർക്കൊരു ആവശ്യം വന്ന് ഓടിയെത്തും. ഞാൻ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും കാരണവശാൽ നമ്മളെ വിട്ടുപോവുകയോ ഞാൻ അവരെ വിടുകയോ ചെയ്താലും ഞാൻ പറയുന്നത്, യേശുവിനെ ഉപേക്ഷിക്കരുത്, നിങ്ങൾ എവിടെയെങ്കിലും പോയി കർത്താവിന്റെ വേല ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നാളെ ഈ പ്രസ്ഥാനം, ഞാൻ മെന്റലി പ്രിപ്പയർഡാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തത്. അടുത്ത 2030 കംപ്ലീറ്റ് അവർ തന്നെ, എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കും അതറിയാം. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പോവുകയാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എനിക്ക് വറീസ് ഇല്ല, കാരണം ഞാൻ മെന്റലി അതിനുവേണ്ടി പ്രിപ്പയർഡാണ്. അടുത്തൊരു കാര്യം, ഈ പല മിഷൻ ഓർഗനൈസേഷനുകളും അല്ലെങ്കിൽ സഭാ പ്രസ്ഥാനങ്ങളും ഒക്കെ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. സ്വാഭാവികമായി ചെറിയ നിലയിലുള്ള സാമൂഹ്യമായ മാറ്റം ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന ആളുകൾക്ക് ഉണ്ടാകാറുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മസിമണ്ഡലിയുടെ സഭകളിലേക്ക് വന്ന, പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങളിൽ നിന്നൊക്കെ ഞാൻ വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാവുന്നത് കൊണ്ട് പറയുകയാണ്, ഗുജറാത്തിലെ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ ആദിവാസി മേഖലയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ, അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റം കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചത്? സുവിശേഷം നൽകുന്ന മാറ്റം ഒരു ഹോളിസ്റ്റിക് മാറ്റമാണ്. ബൈബിളും അതിനെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് മിഷണറിമാരുടെ സംഭാവനയാണ്. അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് മേഖലകളിൽ മാറ്റം ഉണ്ടാകും. അപ്പം ഞങ്ങളും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ക്രിസ്തുവിനെ അവർ കൊടുക്കുന്നു, ആത്മരക്ഷ ലഭിക്കുന്നു, സമാധാനം കിട്ടുന്നു, ആത്മീകമായി മാറ്റം ഉണ്ടാകും. രണ്ടാമത്, ഇപ്പോൾ ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ അവന് പുരോഗമനത്തിലേക്ക് വരണമെന്നും ഡീസൻ്റായി ജീവിക്കണമെന്നും ഒക്കെ അവനൊരു ആഗ്രഹം ഉണ്ടാകും. ഉള്ളിൽ വെളിച്ചം വന്നല്ലോ. കൊരിന്ത്യലേഖനം 2 Corinthians 5:17 പറയുന്നതുപോലെ, ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു പറഞ്ഞാൽ പാപം മാത്രം കഴിഞ്ഞു പോകുന്നില്ല, അവന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറുക. അപ്പൊ അതിന് ഊന്നൽ കൊടുത്തിട്ട്
ക്രിസ്തുവിങ്കിലേക്ക് വന്നവരെ ഞങ്ങൾ ആ നിലയിൽ എഡ്യൂക്കേറ്റ് ചെയ്യും. പിന്നെ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിൽ പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അതിന് നിവൃത്തിയില്ലാത്തവരെ ഞങ്ങൾ ദത്തെടുത്ത് വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ ഞങ്ങൾ ഇപ്പൊ അതിനകത്ത് ജാനറ്റിന്റെ റോള് വലിയതായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എപ്പോൾ ഗ്രാമങ്ങളിൽ പോയാലും 1-2 ബാഗ് നിറച്ച് അവിടെ സാധനങ്ങൾ കരുതും. ഈ സാധനങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും, അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. ഇത് വീടുകൾ കൊണ്ട് ഗ്ലാസ് കപ്പുകൾ കൊടുക്കും. ഇത് കഴുകേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. ഇനിയും വെജിറ്റബിൾ അരിയുമ്പോൾ അത് എങ്ങനെ കഴുകണം, അതിൻ്റെ തൊലി എങ്ങനെ ചെത്തണം, ഡ്രസ്സ് എങ്ങനെ ഇത് ചെയ്യണം, ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കുമ്പോൾ എങ്ങനെ തയ്പ്പിക്കണം, ഇതെല്ലാം അവൾ കൃത്യമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. ഒരു വീട് കുടിലാണെങ്കിൽ പോലും അത് നന്നായി വൃത്തിയോടെ ഹൈജീൻ കാര്യത്തിൽ. അപ്പൊ അവളുടെ പങ്കാണ് ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ. കാരണം സഹോദരിമാരാണല്ലോ ഒരു വീടിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. അപ്പം സഹോദരിമാർ മാറ്റം വന്നു കഴിയുമ്പോൾ വീട് മാറുന്നു, സമൂഹം മാറുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ വന്നവരല്ല. അതുകൊണ്ട് പാസ്റ്റർ, ഞാനൊരു കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പറയാം, ഒരു സ്വയം പ്രശംസയല്ല അത്. ഇപ്പം ഞാൻ പോയിട്ട് 35 വർഷം കഴിഞ്ഞു. എന്നാൽ ഈ പ്രവർത്തനം ഈ നിലയിൽ തുടങ്ങിയിട്ട് 20 വർഷം കഴിഞ്ഞു. 10, 50, 60 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച, അല്ലെങ്കിൽ 70 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച പല പ്രസ്ഥാനങ്ങളിലുള്ള പാസ്റ്റേഴ്സും അവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്നവരും ഇന്നും പണ്ടത്തെ ആ ലെവലിലാണ്. പക്ഷെ ഞങ്ങളോട് വന്നൊരു 4-5 വർഷം കഴിഞ്ഞാൽ ദേവദാസന്മാർ നോക്കിയപ്പോൾ, വിശ്വാസം നോക്കിയപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറുക. നല്ല വീട് വെക്കണം എന്ന് ആഗ്രഹം വരുന്നു, നല്ല വീട് വെക്കുന്നു. വീട് വെക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ പ്ലാൻ വരപ്പിച്ചു കൊടുക്കുന്നു, വണ്ടി വാങ്ങുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ എവിടെയൊക്കെ മസീഹ് മണ്ഡലിയുടെ സഭകളുണ്ടോ അവിടെയെല്ലാം മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കംപ്ലീറ്റ് ആൾക്കാര് വ്യത്യസ്തരാണ്. അതെനിക്ക് വളരെ ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും, വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും. ഈ ചില പ്രസ്ഥാനങ്ങളെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് പാസ്റ്ററെ. ജനങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കണം, എന്നിട്ട് അവരുടെ ദാരിദ്ര്യവും കഷ്ടവും ജനങ്ങളോട് പറഞ്ഞിട്ട് ഫണ്ട് റേസ് ചെയ്യണം. ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയാണല്ലോ. കാരണം ജനത്തിന് വിദ്യാഭ്യാസവും അറിവും ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ ജീവിത നിലവാരം മാറിക്കഴിഞ്ഞാൽ അവർക്ക് അണികളില്ലാതെയാകും. അതുകൊണ്ട് എല്ലാ കാലത്തും ജനങ്ങൾ അടിമകളായി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ എന്ന് പറഞ്ഞ പോലെ തന്നെ മിഷൻ ഫീൽഡിലും ഇതേ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതായി. ഉണ്ട്. എനിക്ക് ചിലരൊക്കെ അറിയാം. ഞാൻ അവര് ദാരിദ്ര്യങ്ങളെ പറ്റിയും കഷ്ടപ്പാടിനെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് അനുഭവമുണ്ട് പാസ്റ്റർ. ഈ നമ്മുടെ സ്നേഹിതർ പലരും സാമ്പത്തികമായിട്ട് കുറേ സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പൈസ കരുതി നമ്മുടെ ഫീൽഡിൽ വരും. അപ്പം നമ്മുടെ ഫീൽഡ് വരുമ്പോൾ കേരളത്തിലെ ടിപ്പിക്കൽ ഫുഡ് കൊടുക്കുന്നു, തീയല്, അവിയല്, തോരന്, നല്ല മീൻ കറി. ഇപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട്, ഈ പെങ്കൊച്ച് മലയാളിയാണോ? അതുപോലുള്ള വേഷവിധാനം. ഞങ്ങൾ ആഭരണത്തിനെതിരല്ല അന്നും ഇന്നും. പക്ഷെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ ഭാര്യമാരും ആഭരണം ധരിക്കുന്നില്ല. എൻ്റെ വൈഫ് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. കാരണം അതൊരു ഉപദേശമല്ലല്ലോ. എന്നാൽ എൻ്റെ വൈഫിനെ എൻ്റെ മോളെ കണ്ടിട്ടായിരിക്കാം, അല്ല എൻ്റെ മരുമോളെ കണ്ടിട്ടായിരിക്കാം, അവർക്ക് നൂറുകണക്കിന് നമ്മുടെ ആൾക്കാർ ആഭരണം ധരിക്കാത്തൊരു നോർത്ത് ഇന്ത്യയിലുണ്ട്. തദ്ദേശീയരായ ആൾക്കാരുണ്ട്, ഡീസൻ്റ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ പല ആൾക്കാർ പൈസ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആൾക്കാരുടെ ഈ മെച്ചപ്പെട്ട ജീവിത നിലവാരം കാണുമ്പോൾ അവർ പറഞ്ഞ സജിപ്പാസ്റ്റർക്ക് പണ്ട് അവര് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അവർ വിചാരിക്കുന്നത് കൈകൊണ്ട് വിളമ്പി കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ, അത് പോയി പറയണം, ഞങ്ങൾ ഇന്നത്തെ മിഷൻ ഫീൽഡിൽ പോയി അവിടെ കൈകൊണ്ട് ചോറ് വിളമ്പി തന്നു. ഇത് സജിപാസ്റ്റർ അത് പറയുമ്പോൾ ഞാനൊന്ന് ഇടയ്ക്ക് കയറി പറയുകയാണ്. ഈ സജിപാസ്റ്ററുടെ പ്രവർത്തന മേഖലയിൽ ഒത്തിരി വർഷങ്ങൾ, അതായത് ഈ മസീഹ് മണ്ഡലി ആരംഭിക്കുന്ന അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തോട് കൂടെ ഗ്രാമങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ പോകുമ്പോൾ ഒരു ഗ്രാമീണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സ്റ്റീൽ പാത്രം അത് കഴുകിയതാണോ അല്ലെങ്കിൽ അതിൻ്റെ വൃത്തിയൊക്കെ പറഞ്ഞ വലിയ രസമാണ്. എന്നിട്ട് അവർ വളരെ സ്നേഹത്തോടെ നമുക്ക് തരുന്നത് ഈ അട പോലുള്ള ചോറ്, പച്ചരിയുടെ ചോറ്, അത് അവരുടെ കൈകൊണ്ട് എടുത്ത് നമ്മുടെ പാത്രത്തിൽ ഇട്ട് തരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ട് അവരുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി, ആ കറി എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ കിടക്കുന്ന ഒരു കറി, അതൊഴിക്കുന്നു. സത്യത്തിൽ ആ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സജിപാസ്റ്റർ വളരെ ടേസ്റ്റി ആയിട്ട് അത് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. പിന്നെ പലയിടത്തും ഈ തൈര് എനിക്ക് താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് തൈര് മാത്രം കൂട്ടി
ഞാനിത് കുറച്ചൊക്കെ വാരി കഴിച്ച ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ ഇന്ന് സജി പാസ്റ്ററുടെ മിഷൻ ഫീൽഡുകളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സഭാജനങ്ങൾ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അവർ നമുക്ക് തരുന്ന ഭക്ഷണം, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ പാത്രങ്ങൾ, അവരുപയോഗിക്കുന്ന രീതികൾ, അവരുടെ ജീവിത രീതികൾ എല്ലാത്തിലും ടോട്ടലായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കുകയാണ്, അടിസ്ഥാനപരമായ മാറ്റം. ആ മാറ്റം എന്ന് പറയുന്നത് അവിടെ ചെന്ന് കാണുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരു വിദേശത്തു നിന്ന് വരുന്ന ഒരു മലയാളി നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷൻ ഫീൽഡിലേക്ക് പോകുമ്പോൾ അവരുടെ ചിന്ത ഏറ്റവും ദാരിദ്ര്യമുള്ള, വസ്ത്രമുടുക്കാത്ത, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളില്ലാത്ത ഒക്കെ ആളുകളെ കാണാമെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ കാണുന്നത് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന, നല്ല നിലയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന, നല്ല ഭക്ഷണം കഴിക്കുന്ന, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളെയൊക്കെ സഭകളിൽ കാണുമ്പോൾ അവർക്ക് വ്യത്യസ്തമായൊരു ലോകത്തെത്തിയ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഏതാണ് സജി പാസ്റ്റർ പറഞ്ഞത്, ഞാനും അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഇതാണ്, ജനത്തിന്റെ സമൂലമായ മാറ്റത്തിന് അവർ സുവിശേഷത്തെ അക്സെപ്റ്റ് ചെയ്തത്, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് ഒരു കാരണമായി മാറത്തക്ക നിലയിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഈ കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ പാസ്റ്റർ സജിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പ്രവർത്തിക്കുന്നു. അതൊരു വലിയ മാറ്റം ഒരു മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. വളരെ വിശാലമായ പ്രവർത്തനങ്ങളാണ്. സജി പാസ്റ്ററുമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുവാൻ പോയാൽ മണിക്കൂറുകൾ ഇരുന്ന് നമ്മൾ പറയേണ്ടി വരും. വളരെ ലോങ് വീഡിയോ ആയി പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനിപ്പോൾ മുതിരുന്നില്ല. ഇപ്പോൾ സജി മാത്യു പാസ്റ്ററും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ലീഡർഷിപ്പിലുള്ള 12 പേരടങ്ങുന്ന ഒരു ടീം കേരളത്തിൽ 10 ദിവസത്തേക്ക് സന്ദർശനം നടത്തുന്നു. പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ അഭിമുഖം ഞങ്ങൾ ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ വിശാലമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ചെയ്യുവാനുള്ള അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കും. മറ്റൊരു അവസരത്തിൽ കൂടുതൽ വിശാലമായി പാസ്റ്റർ സജി മാത്യുവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടെ അടുത്ത് പരിചയപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ 35 വർഷത്തെ ജീവിതാനുഭവങ്ങൾ തന്നെ എപ്പിസോഡുകളായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. അദ്ദേഹം അത് പറയും. ഇപ്പോഴല്ല, മറ്റൊരവസരത്തിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. എനിവേ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിശാലതയിലേക്കും ഒക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരും ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു.